ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ആൽഫയുടെ ഒഫീഷ്യൽ ടീസറാണ് ഗൈസ്. ദുരന്തറിന് ശേഷം സ്പൈ യൂണിവേഴ്സ് ഫുള്ള് പുഞ്ചിരിക്കുമായിരുന്നു ഗൈസ്. അങ്ങനെ ഏറ്റവും അവരുടെ ലേറ്റസ്റ്റ് മൂവി ആൽഫ ഇറക്കാൻ പോവാണ് ഗൈസ്. ഇതിനകത്ത് ഫീമെയിൽ ക്യാരക്ടേഴ്സാണ് ഗൈസ് മെയിനായിട്ട് വരുന്നത്. നമ്മുടെ ശർവാരിയും ആലിയ ഭട്ടുമാണ് ഗൈസ് മെയിൻ. ആൻഡ് ഇതിൻ്റെ അകത്ത് മറ്റേ അവരുടെ പഴയ ടെംപ്ലേറ്റ് സാധനമൊന്നും അല്ല. ഇതിൻ്റെ അകത്ത് നമ്മുടെ ആലിയ ഭട്ട് ഒരു അസാസിനായിട്ടാണ് വരുന്നത്. സോ വെരി ഗൈസ്, സംതിങ് ഇൻട്രസ്റ്റിംഗ് എന്തെങ്കിലും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ടീസറിൽ. ഞാൻ ടീസർ ഇതുവരെ കണ്ടിട്ടില്ല, ഇന്നലെയാണ് ടീസർ ഇറങ്ങിയത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ബോബിഡികളുണ്ട് ഗൈസ്. ഞാൻ പിന്നെ കേട്ടായിരുന്നു YRFൻ്റെ സ്പൈ യൂണിവേഴ്സിലുള്ള മേ ബി ഹൃത്തിക് റോഷൻ വരുമായിരിക്കാം എന്നൊക്കെ പറഞ്ഞ്. സോ വെരി ഗൈസ്, നമുക്ക് എന്തായാലും ടീസർ റിയാക്ട് ചെയ്യാം. YRF ദുരന്തറിന് ശേഷം അവരുടെ സ്പൈ യൂണിവേഴ്സ് മുഴുവൻ മൂഞ്ചി കിടക്കുവാണ് ഗൈസ്. കാരണം പക്ഷെ എന്ത് പറഞ്ഞാലും എനിക്ക് സ്പൈ യൂണിവേഴ്സ് ഇഷ്ടമാണ് ഗൈസ്. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അത്ര റിയലിസ്റ്റിക്കോ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും വേണ്ടത് ആവശ്യമില്ല. എനിക്ക് ഇതുപോലത്തെ ഒരു ജെയിംസ് ബോണ്ട് സ്റ്റൈല്, ഇങ്ങനത്തെ ഒരു ഇന്ത്യൻ സ്റ്റൈൽ, കുറച്ച് സ്റ്റൈലിഷും VFXും എല്ലാം ഉള്ളൊരു പാട്ടും എല്ലാം ഉള്ളൊരു പടമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അല്ലാതെ റിയാലിറ്റി വേണം, ഒറിജിനാലിറ്റി മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു പടം നോ ഗൈസ്, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഈ പടം ഇഷ്ടമാണ്. ബട്ട് കഴിഞ്ഞ ഏറ്റവും എന്നെ വെറുപ്പിച്ച പടം എന്ന് വെച്ചാൽ അത് നമ്മുടെ വാർ 2 തന്നെയാണ് ഗൈസ്. വേറൊന്നും കൊണ്ടല്ല, അതിലെ ജൂനിയർ NTRൻ്റെ ക്യാരക്ടർ സത്യം പറഞ്ഞാൽ പുള്ളി മരിക്കാനുള്ള എല്ലാ കാരണങ്ങളും ആ പടത്തിലുണ്ട്. ബട്ട് എന്നിട്ട് അവർ ആ ക്യാരക്ടറിനെ കൊല്ലാതെ അടുത്തൊരു പാർട്ടിന് വേണ്ടി ലീഡിന് വെച്ചത് ഭയങ്കര മോശമായിപ്പോയി. സത്യം പറഞ്ഞാൽ പുള്ളി അപ്പോഴേ കൊല്ലണ്ടായിരുന്നു. ആ ക്യാരക്ടറിനെ കൊന്നത് ആ പടത്തിന് കുറച്ചും കൂടി ഇമ്പാക്റ്റ് ചെയ്തിരുന്നത്. പിന്നെ കുറച്ച് VFX പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, കുറേ അലമ്പ് VFXും കുറേ സ്റ്റണ്ടും ഒക്കെ. ആൻഡ് ഹൃത്തിക് റോഷൻ്റെയും കിയാറയുടെയൊക്കെ സ്റ്റോറിയൊക്കെ നൈസായിരുന്നു. പക്ഷേ അത് ബട്ട് ഫെയിൽഡ് മിസറബിളി. അതിൻ്റെ അകത്ത് അവർ വിചാരിച്ചത് ജൂനിയർ NTR. ആ പടത്തിൽ പിന്നെ ഒരിതും ഇല്ലായിരുന്നു ഹൈപ്പ് ഫാക്ടർ. ആകെ കിയാരയുടെ ബിക്കിലി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ടാണ്. അത് അവർക്ക് വേറെ എന്ത് വേണമെങ്കിലും ഇറക്കായിരുന്നു ആ പടത്തിൽ നിന്ന്. ബട്ട് ദേ ഡിഡ് ഇറ്റ്. വളരെ മോശം പരിപാടിയായിരുന്നു. സോ വെരി ഗൈസ്, നമുക്ക് എന്തായാലും നേരെ ടീസർ റിയാക്ട് ചെയ്യാൻ. ഞാൻ ഇതൊന്ന് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യോട്ടെ. വെരി ഗൈസ്, ആൽഫ ഒഫീഷ്യൽ ടീസർ. YRFൻ്റെ ലോഗോ ഇല്ലേ? 1 മിനിറ്റ് 55 സെക്കൻഡ് ഗൈസ്. ആലിയ, ശർവാരി, അനിൽകുമാറൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ അനിൽ കപൂർ ഉണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു കിയാരയുടെ അച്ഛനായിട്ട് വരുന്നത് അനിൽ കപൂർ അല്ലേ? അതെ, അതിൻ്റെ അകത്ത് മെയിൻ പുള്ളി ആയിരുന്നില്ല വാറിൻ്റെ അകത്ത്, വാർ 2ൻ്റെ അകത്തൊക്കെ. സോ വെരി ഗൈസ്, നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. YRF ഫാൻസ് 3 ജൂലൈയിലാണ് ഗൈസ് റിലീസ് ചെയ്യുന്നത്. ചിലപ്പോൾ പടം ഈ പടം ചിലപ്പോൾ ഞാൻ പോയി കാണും കേട്ടോ, ഇവിടെയൊക്കെ റിലീസ് ഉണ്ടെങ്കിൽ. വെരി ഗൈസ്, 3, 2, 1 ഗോ. യാഷ് രാജ് ഫിലിംസ്, ആലിയ ഭട്ടും ബോബി ഡി. 18वां जन्मदिन मुबारक हो. थैंक यू पापा. പാപ്പേ, മറ്റേൻ്റെ അവസാനം ഇങ്ങനെയല്ലല്ലോ കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് എന്ത് വരുന്നു? ആ ഒരു കൊച്ചിനെ ട്രെയിൻ ചെയ്യുന്നതെങ്ങാണ്ടായിട്ടില്ലേ കാണിക്കുന്നത് വാർ 2ൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീന്. ആലിയ ഭട്ടിൻ്റെ അച്ഛനായിട്ടാണോ? ഫേക്ക് ആയിരുന്നു, ഫേക്ക് ഡൈ. ये सब आपने जो किया है मेरे लिए, it really means a lot to me. ആലിയ ഭട്ടിൻ്റെ കൈ കണ്ടോ ആൽഫയുടെ? ഇത് 34वां फ्लोर, 3418. मैं समझी नहीं पापा, वहाँ करना क्या है? वही जिसके लिए मैंने तुझे ट्रेनिंग दी है. എന്തിനാ നിനക്ക് ട്രെയിനിങ് തന്നേന്ന്? ഇത് ചെയ്യാനാണോ? കുറച്ചൊക്കെ ഹിന്ദി അറിയാം, യൂസ് അപ്ഡേറ്റ് ചെയ്തിട്ടേക്കാം. तो ये सब मेरे बर्थडे के लिए नहीं था? अपनी 18वीं सालगिरह पे तू अपना पहला मिशन करने जा रही है. इससे ज्यादा स्पेशल क्या हो सके? ഓ, ശരിക്കും പറഞ്ഞാൽ ആലിയ ഭട്ടിന് ഇതിൻ്റെ അകത്ത് 18 വയസ്സേ ഉള്ളൂ. ഷീ ലുക്സ് ലൈക്ക് ദാറ്റ്. എങ്ങ ഷീസ് എ മമ്മി ഗൈസ്. ശരിക്കും പറഞ്ഞാൽ അമ്മയാണ്. ഇതൊരു കൊച്ചുണ്ട്, പ്രാഹേന്നാണെന്ന് തോന്നുന്നു രസിബില് കില്ലറാണേ. ഇതിപ്പോൾ കുഞ്ഞ് ഫാമിലി ഇപ്പോഴത്തെ ഒരു കൊച്ചാണ്, കില്ലറാണ്. YRF दुनिया में सिर्फ 2 तरह के लोग हुए हैं, वुल्फ और शीप. मैं वुल्फ हूँ. तो क्या है? वुल्फ की बेटी वुल्फ ही होती है सर.
ഈ എന്തുവാ ആക്ഷനൊക്കെ കിട്ടില്ലോടെ. ഒറിജിനൽ സ്റ്റോറി ये क्या है? अल्फा अल्फा ഇതാണ് guys നമ്മള് പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാണുന്ന പാർട്ട് 2 मतलब? सीक्रेट प्रोग्राम है इंडिया के नेक्स्ट जनरेशन सोल्जर्स तैयार करने के लिए। നെക്സ്റ്റ് ജനറേഷൻ സോൾജേഴ്സ് ഫോർ ഇന്ത്യ എന്നല്ലേ പറഞ്ഞേ? सबसे पहले, सबसे तेज, सबसे वीर। ഇതും മറ്റേ പോലെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നടാ. എന്ന് വെച്ചാ വേറെ ഇന്ത്യക്കാർ ചതിക്കുന്ന ഒരു സംഭവം ആയിരിക്കാം. അപ്പൊ പുള്ളി തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നെന്ന് അങ്ങനത്തെ ഒരു സംഭവം ആയിരിക്കും ഗൈസ്. तू भी वही है, हमारी इकलौती। अल्फा Happy birthday. എടാ എൻ്റെ ഷർവാരി ഒന്നും കാണിച്ചില്ലല്ലോടാ. ഉള്ള ആലിയപ്പെട്ടായിരുന്നല്ലേ. ബാബ സീത അൽഫന്ന് കോട്ട് നെയിമാണ് ഗൈസ്. സീതേതായിരിക്കും പേര്. സിനിമാസ് 3rd ജൂലൈ. എടാ 1 മിനിറ്റ് 55 സെക്കൻഡ് ടീസർ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഷർവായി എവിടെ പുള്ളിക്കാരിയെ കാണിക്കാത്ത എന്താ? വളരെ മോശം ഗൈസ്, വളരെ മോശം. ടീസറിൻ്റെ പോർട്ടയിൽ വരെ ഉണ്ട്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ചേക്ക് ഇതുവരെ കാണിച്ചില്ല. വളരെ മോശം ഗൈസ്. ഇച്ചിരി ചാനിയ ഓഫ് ഇട്ട് സ്റ്റെപ്പ് റെക്കോർഡിങ്. ഓ ഗൈസ് ലിറ്ററലി പറയാനോ കൊള്ളായിരുന്നു. എന്ന് വെച്ചാൽ അതായത് ജസ്റ്റ് ഇങ്ങനെ ഒരു ബിക്കിനി ഷോട്ടൊന്നും കാണിക്കാണ്ടിരുന്നില്ല. ബട്ട് ഈ കോണ്ടന്റ് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് ഒരു ആക്ഷൻ പടം എടുത്ത പോലെ ഇരിക്കുന്നത്. ചെറിയ ആരൊക്കെ പോലെ ഇരിക്കുന്നത് കുഴപ്പമില്ല. ഞാൻ അത്രയും ഒക്കത്തില്ല. എനിക്ക് കണ്ടിട്ടൊരു ഓക്കെ ഫീലാണ് ടീസറിൽ. ആൽഫ എന്തായാലും വെയിറ്റ് ചെയ്യാൻ കഴിച്ചു വരട്ടെ. ബട്ട് എന്തോ പടത്തിൻ്റെ കളറിങ് ടോണൊക്കെ കൊള്ളാം. പക്ഷെ ഒരു ചിരിയൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി എനിക്ക് ട്രെയിലർ ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് മിസ്ജഡ്ജ് ചെയ്യാൻ പറ്റില്ലേ. നല്ലതൊക്കെ ആയിരിക്കും. കുറച്ച് നല്ല രീതിക്ക് ചെയ്താൽ മതി. കുറച്ച് നല്ല രീതിക്ക് ചെയ്താൽ എനിക്കിഷ്ടമാണ് കേസ്. എനിക്ക് ഈ 5RFൻ്റെ സ്പൈ യൂണിവേഴ്സും വേണം. ആക്ച്വലി എനിക്ക് ആ പടത്തിൻ്റെ ഒരു അവസാനം എൻഡിങ് ആണെന്നും ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഇതിൻ്റെ മറ്റേതിൻ്റെയൊക്കെ അറിയാമല്ലോ കേസ്. എല്ലാം ഇങ്ങനെ തുടങ്ങി വെക്കും, ഒന്നും തീർക്കത്തില്ല. കാരണം എവിടെയെങ്കിലുമൊക്കെ ഒരു പണി കിട്ടും. അതിലൊരു പണിയാണ് കേസ് അവർക്ക് വാർ 2 കിട്ടിയത്. വാർ 2 കുറച്ചും കൂടെ അവർ ശ്രദ്ധിച്ച് ചെയ്യാമായിരുന്നു. ഇവർ ഈ ജൂനിയർ NTRനെ പോലത്തെ ഒരു ആക്ടറിനെ കൊണ്ടുവരില്ലായിരുന്നു അപ്പുറത്ത്. വേറെ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് പടം തീർക്കണമായിരുന്നു. വാർ 2 ശരിക്കും പറഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഹൃത്തിക് റോഷൻ്റെ പേര് വാർ 2 ഉറപ്പായിട്ടും പോയതിനെ കേസ്. എന്നിട്ട് അവർ ആ എന്തിനാ ക്യാരക്ടറിനെ കൊണ്ടുവന്നതെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആവശ്യമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ക്യാരക്ടർ മരിക്കേണ്ടതാണ് ആ പടത്തിൽ. ഒരിക്കലും ഇങ്ങനെ കണ്ടിന്യൂഷൻ കഥ കളിക്കേണ്ട ആവശ്യമില്ല പുള്ളിക്ക്. പുള്ളി മരിച്ചു പോകേണ്ട ഒരു ക്യാരക്ടറൊന്നും പുള്ളിയെല്ലാം വെക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് ടീസർ കണ്ടിട്ട് എന്ത് തോന്നിയെന്ന് പറയുക ഗൈസ്. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.